ജവാന്മാർക്ക് മദ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിന് നിർബന്ധമായും കൊടുക്കണമെന്ന് സ്വാമിജി പറയുന്നൊരു വീഡിയോ കണ്ടതായി ഓർക്കുന്നു. അയ്യോ, നിർബന്ധമായി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് കൊടുക്കട്ടെ എന്നാ പറഞ്ഞിട്ടുണ്ടാവുക. നിർബന്ധമായി കൊടുത്തോട്ടെ, എന്ത് വേണം. ജവാനെ മലർത്തിക്കിടത്തി കുടിക്കടാന്ന് പറഞ്ഞ് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ജവാന് മദ്യം കൊടുക്കുന്നതിന് ഞാൻ അനുകൂലമാണ്. അതേസമയത്ത് ജവാൻ മദ്യം കുടിക്കണം എന്നാരെങ്കിലും നിർബന്ധിച്ചാൽ അതിന് ഞാൻ എതിരാണ്. സ്വാമി, എത്ര കുടുംബങ്ങളാണ് നശിക്കണത് സ്വാമി. അവിടെ ജവാൻ അവിടെ ഐസിൽ അരയറ്റം ഐസിൽ കോച്ചി വിറയ്ക്കുന്നിടത്ത്, മനുഷ്യൻ നിൽക്കാൻ പറ്റാത്തടുത്ത് ഒരല്പം ചൂടാക്കാൻ കുറച്ചൊരു പാനീയം കുടിച്ചിട്ട് ഇവിടെയുള്ള മുതലക്കുളത്തിരിക്കുന്നവർക്ക് എന്താ ഒരു പ്രശ്നമുള്ളത്? നമുക്കൊന്നും പറയാൻ വളരെ എളുപ്പമാണേ. ബാക്കി കൂടി വായിക്കട്ടെ, എന്നിട്ട് പറയാം. ഭഗവത്ഗീതയെ സന്തത സഹചാരിയായി സ്വീകരിച്ചിരുന്ന ഗാന്ധിജിയുടെ കർമ്മപദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നല്ലോ മദ്യനിരോധനം. ഇന്നും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അനുയായികൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ധർമ്മശാസ്ത്രാനുശാസനങ്ങളും കാലിക പ്രസക്തിയും എല്ലാം കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ സുവ്യക്തമായൊരു മാർഗദർശനം നൽകാമോ? ഇതാണ് ചോദ്യം. ഇതിൽ സുവ്യക്തമായ മാർഗദർശനമൊന്നും നമുക്ക് നൽകാൻ പറ്റില്ല. പക്ഷെ ഒന്ന് പറയാം, നമ്മൾ ഇവിടെ ഈ മൈതാനത്ത് ഇവിടെ ഇരുന്ന് ഭഗവത്ഗീത 6-ാം അധ്യായം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ വീടുകളിൽ സന്തോഷമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രധാന കാരണക്കാർ ഈ രാഷ്ട്രത്തിൻ്റെ അതിർത്തിയിൽ നമ്മളെ സംരക്ഷിക്കുന്ന ജവാന്മാരാണ്. ആ ജവാന്മാർ ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, മിലിറ്ററി എയർഫോഴ്സ് ആയിക്കോട്ടെ, ഇനി BSF ആയിക്കോട്ടെ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആയിക്കോട്ടെ, CRP ആയിക്കോട്ടെ, ആരും ആവട്ടെ, പല വിങ്ങുകളുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിൽ പല വിങ്ങുകളായിട്ട് സൈന്യം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റ് പല രാഷ്ട്രങ്ങളിൽ നിന്നും നമ്മളെ സൈന്യത്തിന് വ്യത്യാസമുണ്ട്. കാരണം ലോകത്തിൽ ഇത്ര % മാത്രമേ മിലിറ്ററി ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള പരസ്പര ധാരണകളുണ്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ. അതുകൊണ്ട് നമ്മൾ സൈന്യത്തെ വലിയ വിഭാഗത്തെ പാരാമിലിറ്ററിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അതും സൈന്യം തന്നെയാണ്. BSF വാസ്തവത്തിൽ സൈന്യമാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ പറയുക അത് പാര എന്ന് പറയും. സത്യത്തിൽ പാരയൊന്നുമല്ല. കാരണം അത് നിശ്ചിത മാത്രയിൽ കൂടാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിൽ ചെയ്തൊരു വ്യവസ്ഥയാണ്. ഈ സൈനികർ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിതമായി ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സുഖമായി തിരിക്കുന്നത്. എന്താ അവരുടെ ത്യാഗം! -50-60 ഡിഗ്രി സെൽഷ്യസിൽ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആവർത്തിക്കുന്നതിനൊരു മടിയില്ല. ഇപ്പോൾ സൈനികർക്ക് വളരെ സഹായകരങ്ങളായ വസ്ത്രങ്ങളും അവർക്ക് വേണ്ട പാദരക്ഷകളും ശിരോരക്ഷകളും ഒക്കെ ഇറക്കിയിട്ടുണ്ട് ശാസ്ത്രീയമായ രീതിയിൽ. ലോകത്തിലെ ഏത് രാജ്യത്തോടും കിടപിടിക്കുന്ന അതിനേക്കാൾ മികച്ച രീതിയിൽ. പക്ഷേ ഏതാനും വർഷം മുമ്പ് വരെ സൈനികരുടെ ദുരവസ്ഥ എന്തായിരുന്നു? പ്രതിവർഷം ദീപാവലിക്ക് സൈനിക ക്യാമ്പിൽ ഒന്നിച്ച് കഴിയുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് ഇന്ന്. ചിന്തിക്കുക. മറ്റൊരു സൈനിക ക്യാമ്പിൽ ആരാ പോവുക? ഏത് പ്രധാനമന്ത്രിയാ പോവുക? അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ആർക്കറിയും? നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിപരീത സാഹചര്യങ്ങളിലാണ് അവർ രാഷ്ട്രരക്ഷ ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും ഒന്നും ധ്യാനം കൊണ്ടും ധാരണ കൊണ്ടും ഒന്നും ചൂടാക്കാൻ കഴിയില്ല. അപ്പം തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് മദ്യ സപ്ലൈ വേണ്ടി വരും. അതിൻ്റെ അർത്ഥം നാട്ടിൽ മുക്കിന് ബിവറേജസ് കോർപ്പറേഷൻ വെക്കണം എന്നല്ല. ഉടനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുക അതിനെയാ. സ്വാമി മദ്യത്തിന് അനുകൂലമാണെന്നാണ്. ഞാൻ മദ്യപിക്കണമില്ല, മദ്യത്തിന് അനുകൂലം നിൽക്കണമില്ല, മദ്യത്തിന് ഈ നാട്ടിൽ മദ്യപാനികളെ കൊണ്ട് നിറയ്ക്കുന്നതിന് എതിരുമാണ്. 20 താഴെ ഉണ്ടായിരുന്ന മദ്യ ഔട്ട്ലെറ്റുകൾ ഇന്ന് 900-ന് മുകളിലാണ് കേരളത്തിൽ. 10 വർഷത്തെ നേട്ടമാണ്.
10 വർഷത്തെ ഭരണ നേട്ടം വ്യക്തമായി പറയാൻ കഴിയും. 20-ന് താഴെ ഉണ്ടായിരുന്ന ഔട്ട്ലെറ്റുകൾ ഇന്ന് 900-ന് മുകളിലാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യൂ. ഇനി ജവാന്മാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അവരുടെ കഷ്ടസ്ഥിതിയിലും നമ്മൾ ചർച്ചയ്ക്ക് വിധേയാക്കണം. അതുകൊണ്ട് അവിടെ കുറച്ച് മദ്യമൊക്കെ വേണ്ടി വരും തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതേസമയത്ത് നിർബന്ധിച്ചാരെയും കുടിപ്പിക്കരുത് എന്നും അഭിപ്രായമുണ്ട്. ചിന്തിക്കുക.